നമുക്കിപ്പോൾ വേറൊന്നുമല്ല, ധനുഷിൻ്റെ പുതിയ പടത്തിൻ്റെ അനൗൺസ്മെൻറ്റ് വന്നിട്ടുണ്ട്. ഇപ്പോൾ കൊടുത്തേക്കുന്ന ക്യാരക്ടർ ഇൻട്രൊഡക്ഷൻ അല്ലേ, ദ നെയിം ഈസ് കാര എന്ന് പറഞ്ഞൊരു ക്യാരക്ടർ ഇൻട്രൊഡക്ഷൻ വന്നിട്ടുണ്ട്. സോ നമുക്കൊന്ന് കണ്ടിട്ട് പറയാം എന്താ. പിങ്ക് സ്റ്റുഡിയോ മറ്റേ പുറത്തുവഴി അമ്പത്തിനാല് அறுவடை பண்ற நேரம் வந்துருச்சு. நல்ல ஷாட். ஆனா அதுக்கு முன்னாடி என் மேல படிஞ்ச கரையை துடைக்கணும். என்ன நம்பி இருக்கிறவங்களை கரை செய்யணும். என் பேரு கரசாமி. கரசாமி என்ன கரன்னு கூப்பிடுவாங்க. ഓ, കര എന്നുള്ള പടത്തിൻ്റെ പേര് തന്നെയല്ലേ? പേര് കര എന്നേ സമ്മർ 2000. അതായത് ആക്ച്വലി പോർത്തുള്ള ആക്ച്വലി ഒരു നല്ലൊരു ത്രില്ലറായിരുന്നു. ഒരു വിഘ്നേഷ് രാജ വെൽ ഡയറക്റ്റഡ് വെൽ റിട്ടേൺ ത്രില്ലറായിരുന്നു എല്ലാ രീതിയിലും. ആ സമയത്ത് നമ്മുടെ ചാനൽ ഇല്ലാഞ്ഞുകൊണ്ട് ഡിസ്കഷൻ ഇല്ലായിരുന്നു. നമ്മളതിൻ്റെ റിവ്യൂ തന്നിട്ടില്ല. പക്ഷേ അതെ അതൊരു അതിൻ്റെ ഡയറക്ടറുടെ അടുത്ത പരിപാടി നമ്മൾ അന്ന് ഇങ്ങനെ പറഞ്ഞായിരുന്നു. നമ്മളന്നിങ്ങനെ പൊട്ടൻഷ്യൽ വ്യക്തിയാണ് അന്നേ മനസ്സിലായി. ക്യാമറ ഇല്ലാതെ നമ്മൾ ചർച്ച ചെയ്തായിരുന്നു. അപ്പം അന്ന് നമ്മളിങ്ങനെ പറഞ്ഞായിരുന്നു അയാളുടെ അടുത്ത പടം കുറച്ചുകൂടെ ഇമ്പ്രൂവ്ഡ് ബെറ്റർ സംഭവമായിരിക്കുന്നു. അത് മാത്രമല്ല, ധനുഷ് റൂറൽ ഏരിയ എന്നുള്ള കോമ്പിനേഷൻ ഉണ്ടല്ലോ, അതെപ്പോഴും ഗംഭീരമാണ്. എനിക്ക് ആക്ച്വലി അതുപോലെ തന്നെ പുള്ളിയുടെ കഴിഞ്ഞ വർഷത്തെ ലൈനപ്പ് നല്ല കുറേ പരിപാടി ചെയ്തായിരുന്നു. കുറച്ച് കാലത്തിന് ശേഷം എനിക്ക് നല്ല കുറേ വർക്ക് പരാശക്തിയൊക്കെ പുള്ളിയായിരുന്നു. പുള്ളി ചെയ്ത പാട്ടൊക്കെ നല്ല അല്ല മറ്റേ ഏതായിരുന്നു ഈ ഇഡ്ലിക്കട പടം വർക്കായില്ലെങ്കിലും എനിക്ക് അതിൻ്റെ അകത്തെ പാട്ടുകൾ ആ പടത്തിൻ്റെ സെറ്റിങ്ങിന് വർക്കായിരുന്നു. അതുപോലെ തന്നെ ഇതിനകത്ത് ഇപ്പോൾ ഈ ബീജിയും കുറച്ച് നല്ല പരിപാടിയാണ്. അല്ല, ആക്ച്വലി എപ്പോഴും പുള്ളിക്കാരൻ റൂറൽ ഏരിയ ആയിട്ട് ബന്ധപ്പെട്ട് ഏത് പടം ചെയ്താലും അത് ഭയങ്കര രസമുള്ള പടമാണ്. കാരണം ഏത് പടം എടുത്ത് നോക്കിയത്, ഇപ്പോൾ അസുരൻ എടുത്ത് വടചെന്നൈ പുള്ളിയല്ലേ? വടചെന്നൈ എല്ലാം മറ്റേ റൂറൽ ഏരിയ. ആക്ച്വലി പറയുകയാണെങ്കിൽ മറ്റേ ചെന്നൈയിലെ മറ്റേ ഇതല്ലോ ഏറ്റവും ലോക്കൽ ഏരിയ ആണല്ലോ. അപ്പോൾ അങ്ങനെ ചെയ്യുന്ന റോളെല്ലാം പുള്ളി ഗംഭീര സാധനമായിരിക്കും, ആ പടവും കിടുവായിരിക്കും. സോ ഇതും ആ ലെവലിലേക്ക് എത്തുമെന്ന് തന്നെ പ്രതീക്ഷിക്കുന്നത്. കാരണം വിഘ്നേഷ് രാജ ഒരു ഗ്യാപ്പിൽ നിന്ന് വന്ന പടമാണല്ലോ. എന്തായാലും അതായത് 2 വർഷമായില്ലേ മറ്റേ ഇറങ്ങിയിട്ട്? പുറത്ത് 2 വർഷം. 2 മേലെ ആയില്ലേ? 23 പുറത്തിലാണ്. 2 വർഷമായി. മൂന്നാമത്തെ വർഷമായി ഇത്. അപ്പം പുള്ളി ആ ടൈം എടുത്ത് ചെയ്ത പടമല്ലേ. സോ എന്തായാലും കാണാം. സെയിം റൈറ്റർ വന്നാണ് എഴുതി കാണിച്ച. പുള്ളി തന്നെ റൈറ്റ് ചെയ്ത്. അപ്പോൾ ഇത് ബാക്കി അപ്ഡേറ്റ് ഒക്കെ കിട്ടിയത് ഇപ്പോൾ ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ പോലാണ്. ആക്ച്വലി പടത്തിൻ്റെ പേരും രസമുണ്ട്. പിന്നെ ഈ ടീസറിൻ്റെ കട്ട്സ് ഭയങ്കര രസമുണ്ടായിരുന്നു. ഇച്ചിരി പണി അറിയാവുന്ന എപ്പോഴും ഈ ടീസറിൻ്റെ കട്ട് ഒരു താളം ഉണ്ടല്ലോ, അതിൻ്റെ എവിടെ സ്റ്റോപ്പ് ചെയ്യുന്നു, എവിടെ കട്ട് ചെയ്യുന്നു, എന്ത് പേസ്, അത് ഭയങ്കര നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ പടത്തിൽ അത് റിഫ്ലക്ട് ചെയ്യുമെന്ന് തോന്നുന്നു. കരസാമി എന്നല്ലേ പേര്? കരസാമി, കരയെന്ന് കൂപ്പിടും. മലയാളത്തിൽ കറ എന്ന് പറയാം. കര കര കറ കര കുളം കര. പടത്തിൻ്റെ പേരും കര എന്നാണ്. സോ ഞാനൊത്ത് ക്യാരക്ടറുടെ പേര് മാത്രമായിരിക്കും കര എന്ന്. ജസ്റ്റ് ഇൻട്രൊഡക്ഷൻ. ഏതായാലും പടത്തിൻ്റെ മറ്റ് അപ്ഡേറ്റ് വരും. കാരണം സമ്മറിൽ റിലീസ്, അതിലിപ്പോൾ ഏപ്രിൽ അല്ലെങ്കിൽ ആ ടൈമിലായിരിക്കാം മേ ബി റിലീസ് വരുന്നത്. സോ എന്തായാലും അടുത്ത് തന്നെ അതിൻ്റെ ട്രെയിലറോ അല്ലെങ്കിൽ വേറൊരു ടീസറോ എന്തായാലും വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അത് നമ്മൾ അപ്പം കണ്ടിട്ട് നമ്മൾ അതിൻ്റെ പറയുന്നതായിരിക്കും.